വൈകാരികാവേശം നിറഞ്ഞിട്ടുള്ളൊരു ഭക്തിയുടെ കേന്ദ്രത്തെ വളരെ ബോധപൂർവം തകർക്കാൻ വേണ്ടി വളരെ നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങളോടുകൂടി വളരെ പ്രതിലോമപരമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ശക്തികളോട് കൂടെ ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ശ്രമിച്ചു. പിണറായി വിജയൻ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്തു. അതിന് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പുണ്യ പൂങ്കാവനമായിട്ടുള്ള ശബരിമലയിൽ ആദ്യമായിട്ട് ഭക്തർക്ക് നേരെ ലാത്തി ചാർജ് വരെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പേരിൽ നാമജപ ഘോഷയാത്ര നടത്തിയിട്ടുള്ള അമ്മമാരെ വരെ പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യം ഉണ്ടായി. ആയിരക്കണക്കിന് കേസുകൾ കേരളത്തിലെ അയ്യപ്പ ഭക്തർക്കെതിരെ നിരായുധരായ നിഷ്കളങ്കരായ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊരു മുദ്രാവാക്യമല്ലാതെ ഒരു മുദ്രാവാക്യമില്ലാത്ത ഒരു സംഘടനയുടെയും ഭാഗമല്ലാത്ത എന്തെങ്കിലും നിലയിലുള്ള അക്രമ രാഷ്ട്രീയത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആൾക്കാരെയാണ് അവരുടെ ഈ വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ ജയിലടച്ചത്. ഇത് വലിയ തിരിച്ചടി, ഇത് വലിയ ഹിന്ദു വോട്ടിൻ്റെ ചോർന്നുപോക്ക് CPM ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ CPM വിചാരിച്ചത് മുസ്ലിം വോട്ട് കൊണ്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, കാരണം ഇത്രയും തീവ്രമായിട്ടുള്ളൊരു ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ അത് ഇപ്പുറത്ത് നിൽക്കുന്ന മൈനോറിറ്റി വിഭാഗങ്ങളെ അപ്പീസ് ചെയ്യുകയും ഇവരാണ് ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നല്ലത് എന്നവർ വിചാരിക്കുന്ന. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലത്തെ കേരളത്തിലെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് UDFനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ്. കാരണം തുടർച്ചയായിട്ട് വരുന്ന പിണറായി വിജയൻ സർക്കാർ ചില കാര്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം, വിസിബിൾ റെപ്രസെൻറ്റേഷൻ, ഇപ്പോൾ 20 അംഗ മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാൽ വിസിബിൾ റെപ്രസെൻറ്റേഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണോ, ആർ വി അറ്റ് ദ മേഴ്സി ഓഫ്, അങ്ങനെയുള്ളൊരു സംശയം അവർക്കുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് UDF കുറേ കൂടി തീവ്ര നിലപാട് സ്വീകരിക്കുന്നുണ്ട്. UDF പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഈ പറയുന്ന എല്ലാ പ്രതിലോമ ശക്തികളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എന്ത് വില കൊടുത്തും നരേന്ദ്രമോദിയുടെ സർക്കാരിനെ താഴെ ഇറക്കിയാൽ മതി എന്നുള്ളൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോവാണ്. അവരുടെ അജണ്ടകൾ എവിടെയൊക്കെയോ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആശയപരമായിട്ടുള്ള ലക്ഷ്യത്തിന് UDF ആണ് കൂടുതൽ മികച്ച ഒരു വെഹിക്കിൾ എന്നൊരു ചിന്ത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.